സനാതനം ബാലപാഠശാലയിലെ പ്രിയ മക്കൾക്ക് സാദര നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി അമ്മയെക്കുറിച്ച്, അച്ഛനെക്കുറിച്ച്, ആചാര്യനെക്കുറിച്ച് പഠിച്ചു. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. രാവിലെ എഴുന്നേറ്റ് നമ്മൾ കിടന്നിടത്തുനിന്ന് ഓർമ്മിക്കേണ്ട 3 പേരാണിത്. 4ാമത് പറയുന്നത് അതിഥി ദേവോ ഭവ. തിഥി, സമയം നോക്കാതെ വരുന്നവൻ, അവൻ ദേവന് തുല്യമാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾ നാളെ വരുമെന്ന് നമ്മളെ അറിയിക്കുന്നു. അപ്പോഴേക്കും നമ്മൾ ആവശ്യമായ ഒരുക്കപ്പാടുകളൊക്കെ ചെയ്യുന്നു. നല്ല ഭക്ഷണമൊക്കെ പാചകം ചെയ്തു വെക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അതിഥി എന്നല്ല, വിരുന്നുകാരൻ എന്നാണ്. വിരുന്നുകാരോടും വളരെ ശ്രേഷ്ഠമായിട്ട് പെരുമാറണം. എന്നാൽ കാലവും സമയവും നോക്കാതെ നമ്മുടെ വീട്ടിൽ വരുന്നവൻ അതിഥിയാണ്. സമയം നോക്കാതെ വരുന്നവൻ, അവൻ വിശന്നുകൊണ്ട് പോകരുത്, ദാഹിച്ചുകൊണ്ട് തിരിച്ചു പോകരുത്. അതിഥി മനസ്സുമടുത്തുകൊണ്ട് പോകരുത്. മനസ്സുമടുത്തുകൊണ്ടോ ദാഹിച്ചുകൊണ്ടോ വിശന്നുകൊണ്ടോ അതിഥി പുറത്തേക്ക് പോയാൽ നാം നേടിയ സകല പുണ്യങ്ങളും അതിഥിക്കൊപ്പം പോകുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് മക്കൾ വീട്ടിൽ വരുന്നവർക്ക് ആസനം, ഇരിപ്പിടമാണ് ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം ദാഹിക്കുന്നു, വെള്ളം വേണോ എന്ന ചോദ്യമൊന്നുമില്ല. നല്ല ശുദ്ധമായ ജലം 1 ഗ്ലാസ് അവർക്ക് കൊടുക്കുക. അത് സംഭാരമാവാം, മധുരപാനീയങ്ങളാവാം. ഈ മധുരപാനീയങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ടാങ്ക് പോലുള്ള കെമിക്കൽ സാധനങ്ങൾ ഒരു കാരണവശാലും മക്കളും കഴിക്കരുത്. അത് അതിഥിക്കോ വീട്ടിലെ മറ്റാർക്കും കൊടുക്കുവാനും പാടില്ല. നമുക്ക് പ്രകൃതിദത്തമായ എന്തെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. നാരങ്ങ വെള്ളമുണ്ട്, അതുപോലെ സംഭാരമുണ്ട്. ഇങ്ങനെ നല്ല ചായ കൊടുക്കാം. ചായയിൽ കെമിക്കലൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ അതിഥിയെ സന്തോഷിപ്പിക്കണം. അതുപോലെ ബേക്കറികൾ മക്കളും പരമാവധി ഒഴിവാക്കണം. അത് അതിഥിക്കും കൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് സന്തോഷം നൽകി നല്ല വാക്കുകളെ പറയണം. സ്നേഹത്തോടുകൂടി സംസാരിക്കുവാൻ അല്പം സമയം കണ്ടെത്തണം, എത്ര തിരക്കാണെങ്കിൽ കൂടി. ഇങ്ങനെയാണ് അതിഥി ദേവോ ഭവ. പിന്നീട് വരുന്നത് രാഷ്ട്രദേവോ ഭവ. അത് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇങ്ങനൊരു മന്ത്രമില്ല. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. എന്നാൽ പിന്നീട് രാഷ്ട്രദേവോ ഭവ എന്നുള്ളത് നാം കൂട്ടിച്ചേർത്തതാണ്. എന്തുകൊണ്ട്? രാഷ്ട്രമില്ലെങ്കിൽ ഇതൊന്നുമില്ല. അച്ഛനുമില്ല, അമ്മയുമില്ല, ആചാര്യനുമില്ല, അതിഥിയുമില്ല. ഒക്കെ നിലനിൽക്കുന്നത് അതിൻ്റെ അടിത്തറ രാഷ്ട്രമായതുകൊണ്ടാണ്. നമ്മുടെ വീട് വളരെ മനോഹരമായിരിക്കാം, 2ഉം 3ഉം നിലയുണ്ടാവാം. പക്ഷേ അടിത്തറ ഇളകിയാൽ വീട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വരും. ഇതുപോലെയാണ് രാഷ്ട്രം. രാഷ്ട്രമില്ല എങ്കിൽ നിങ്ങളും ഞാനുമില്ല. അതുകൊണ്ട് രാഷ്ട്രത്തെ ആരാധിക്കുക. ഏതാണ് നമ്മുടെ രാഷ്ട്രം? നമ്മുടെ രാഷ്ട്രത്തിന് 3 പേരുകളുണ്ട്. 1 ഇന്ത്യ, 2 ഭാരതം, 3 ഹിന്ദുസ്ഥാൻ. ഇന്ത്യ എന്ന പേര് അഭിമാനിക്കാനുള്ളൊരു പേരൊന്നുമല്ല. അത് നമുക്ക് സായിപ്പ് വൈദേശികർമാർ നൽകിയ പേരാണ്. എന്നാൽ ഭാരതം എന്ന വാക്കിന്, ഭ എന്ന ശബ്ദത്തിന് പ്രകാശം എന്നാണ് അർത്ഥം. ഭാസിൽ രമിക്കുന്നത് പ്രകാശം. സത്യം, അറിവ്, ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് പ്രകാശം. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ എന്ന വൈദിക മന്ത്രം പ്രിയ മക്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അസതോമാ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്ക് നയിക്കൂ. തമസോമ ജ്യോതിർഗമയ, തമസിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് എന്നെ ജ്യോതിയിലേക്ക്, വെളിച്ചത്തിലേക്ക് നയിക്കൂ. മൃത്യോർമ അമൃതം ഗമയ, മൃത്യുവിൽ നിന്ന് എന്നെ ജീവിതത്തിലേക്ക് നയിക്കൂ, അമരത്വത്തിലേക്ക്, അമൃതത്വത്തിലേക്ക് നയിക്കൂ. എന്ന് വെച്ചാൽ മരണം ഉണ്ടാകില്ലേ എന്നാണ് അർത്ഥം. മരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ മരണഭയത്തെ ഇല്ലാതാവണം. മരണഭയം, ഭയമുണ്ടാകുക എന്ന് പറയുന്നത് മക്കൾക്ക് ഉണ്ടാവരുത്. എന്തിനൊക്കെയാണ് നിങ്ങൾ ഭയക്കുന്നത്? ഭൂതം, പ്രേതം, പിശാച്, ഇങ്ങനെ കുട്ടിക്കഥകൾ ധാരാളം കേട്ടിട്ടില്ലേ? ഒന്നുമില്ലാത്തതാണ്.
എല്ലാം നമ്മളെ പേടിപ്പിക്കുവാനുള്ള കഥകൾ മാത്രമാണ്. ഇതിലൊന്നും ഭയന്ന് പോകരുത്, ഇടുത്തി വീണാൽ പോലും ഭയന്ന് പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ ഉയർത്തുന്നത് അറിവാണ്. ആ അറിവിനെ നേടുവാൻ കഴിയുന്ന ആ ഭാരതം, ഭാസിൽ രമിക്കുന്നത്, ഭാസിൽ രമിക്കുന്നവന്റെ നാടാണ് ഭാരതം. മൂന്നാമത്തെ പേരാണ് ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മുമ്പൊരു കമ്പനി ഉണ്ടായിരുന്നു, മക്കൾ കേട്ടിട്ടുണ്ടാവും ആ കമ്പനിയുടെ പേര്. അതാണ് HMT, ഹിന്ദുസ്ഥാൻ മെഷീൻസ് ആൻഡ് ടൂൾസ്. HBC, ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷൻ. അപ്പൊ ഹിന്ദുസ്ഥാനം ഏതാണ്? ഹിന്ദുക്കൾ വസിക്കുന്ന സ്ഥാനം. അപ്പൊ ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും ഈ മണ്ണിൽ വസിക്കേണ്ടവരല്ലേ? ആളുകൾ ചോദിക്കും, ഹിന്ദു രാഷ്ട്രം, ഹിന്ദുസ്ഥാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് ഹിന്ദുക്കളായ നമ്മൾ മാത്രം ജീവിക്കേണ്ട ഭൂമിയാണ് എന്ന്. മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് ഹിന്ദു എന്നുള്ളതാണ്. ഈ മണ്ണിന്റെ പേരാണ് ഹിന്ദുസ്ഥാൻ, അവിടെ ജീവിക്കുന്നവൻ ഹിന്ദു. എങ്കിൽ ഏതാണ് ഹിന്ദുസ്ഥാൻ? ഹിമാലയം സമാരഭ്യ, വടക്ക് ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് യാവതിന്ദു സരോവരം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന സിന്ധു മഹാസാഗരം വരെ, തം ദേവനിർമ്മിതം ദേശം, ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ഭൂപ്രദേശം, ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ, ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാനം. ഹിമാലയത്തിൽ തുടങ്ങി സിന്ധു മഹാസാഗരം വരെ ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായൊരു ഭൂമി. ഹിമാലയത്തിന്റെ ഹീയും സിന്ധുവിന്റെ എന്തും ചേർന്നാൽ ഹിന്ദു. ആ ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നവന്റെ പേരാണ് ഹിന്ദുക്കൾ. അപ്പൊ ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ആരാ? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം തന്നെ നമ്മുടെ മണ്ണിൽ ജനിച്ച് ജീവിച്ചവരാണ്. അവർ മതം മാറ്റം ചെയ്യപ്പെട്ടവരാണ്. ഇസ്ലാം മതം, ക്രിസ്തു മതം, ജൂതമതം, പാഴ്സി മതം, ഇതൊക്കെ മക്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇതൊന്നും നമ്മുടെ ഭാരതത്തിൽ ജനിച്ച മതങ്ങളല്ല, പുറത്തുനിന്ന് വന്ന മതങ്ങളാണ്. ഈ മതങ്ങളെല്ലാം ഹിന്ദുക്കളായ നമ്മൾ സ്വീകരിച്ചു. എന്നിട്ട് നമ്മൾ ഹിന്ദുക്കൾ മതം മാറി മുസ്ലിമായി, ക്രിസ്ത്യാനിയായി, ജൂതനും പാഴ്സിയുമായി. നമ്മൾ രാഷ്ട്രീയമൊക്കെ മാറുന്നില്ലേ? ഇന്നലെ കോൺഗ്രസ്സുകാരൻ, നാളെ BJP-ക്കാരൻ, മറ്റൊരു ദിവസം CPM-കാരൻ എന്തൊക്കെ പറയുന്നത് പോലെ ആളുകൾ മതം മാറി, മുസ്ലിമായി ഹിന്ദു, അങ്ങനെ ക്രിസ്ത്യാനിയായി ഒക്കെ തീർന്നു. പക്ഷേ സാംസ്കാരികമായി നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മുഹമ്മദും ജോസഫും രാമനും കൃഷ്ണനും എല്ലാം ജീവിക്കുന്നത് ഹിമാലയത്തിനും സിന്ധുവിനും ഇടയിലാണല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരെയും സാംസ്കാരികമായി വിളിക്കുന്ന പേരാണ് ഹിന്ദു. അതുകൊണ്ടാണ് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞ്, ഹിന്ദുത്വ ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് ദ വേ ഓഫ് ദ ലൈഫ് ഓഫ് ദ നേഷൻ. ഹിന്ദുത്വം അതൊരു മതമല്ല, അത് ഈ രാഷ്ട്രത്തിന്റെ ജീവിത പദ്ധതിയാണ്. സനാതനം ബാലപാഠശാലയിലെ മക്കൾ മനസ്സിലാക്കുക, രാഷ്ട്രദേവോ ഭവ എന്ന് പറയുമ്പോൾ ഈ ഹിന്ദുസ്ഥാനം നമുക്ക് നമ്മുടെ മാതൃഭൂമിയാണ്. ഈ മണ്ണ് നമുക്ക് അമ്മയാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൂതനും പാഴ്സിയുമെല്ലാം മതം എന്ന പേരിൽ ജീവിക്കുന്നു. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും മതം ചോദിച്ചു, സ്കൂൾ സർട്ടിഫിക്കറ്റ് റിലീജിയൻ എന്നൊരു കോളം ഉണ്ടല്ലോ, അവിടെ നമ്മളൊക്കെ എന്താ പൂരിപ്പിച്ചത്? ഹിന്ദു. അപ്പുറം കാസ്റ്റ്, ജാതി ഉണ്ട്, അപ്പൊ നമ്മുടെ ജാതിയും അവിടെ എഴുതും. ഇതൊരു മുസ്ലിം കുട്ടിയോട് ചോദിച്ചാലോ, റിലീജിയൻ, അവൻ മുസ്ലിം എന്ന് എഴുതും. ക്രിസ്ത്യൻ കുട്ടി ക്രിസ്ത്യാനി എന്ന് എഴുതും. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ സാംസ്കാരികമായി നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോൾ ഹിന്ദുക്കളായ നമ്മുടെ രാജാക്കന്മാര് അവരെ സ്വീകരിച്ചു, അവർക്ക് പള്ളി ഉണ്ടാക്കി കൊടുത്തു. സെന്റ് ജോർജും കൂട്ടരും ക്രിസ്തുമതവുമായി വന്നപ്പോ നമ്മുടെ രാജാക്കന്മാര്, നമ്മുടെ ഹിന്ദുക്കൾ അന്ന് അവരെ സ്വീകരിച്ചു, അവർക്ക് ചർച്ച് പണിതു കൊടുത്തു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കൊന്നു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്ന്. അന്ന് ജൂതന്മാരുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പൊടിയാതെ അവരെ സംരക്ഷിച്ചൊരു നാടുണ്ട്. ആ നാടിന്റെ പേരാണ് ഭാരതം. അതുകൊണ്ടാണ് ഇസ്രായേല് ഇന്ന് ഏറ്റവും സ്നേഹിക്കുന്നത് നമ്മളെയാ, ഭാരതീയരെയാണ്. എന്തുകൊണ്ട്? അവർക്കൊരു കഷ്ടകാലം വന്നപ്പോ അവരെ ഈ മണ്ണിൽ നമ്മൾ സ്വീകരിച്ചു. അവർക്ക് നമ്മൾ മുംബൈയില്, കൊൽക്കത്തയില്, കൊച്ചിയിലടക്കം അവർക്ക് നമ്മൾ കോളനികൾ പണിതു കൊടുത്തു.
എന്നിട്ട് നമ്മൾ അവർക്ക് കാവൽ കിടന്നു. എന്തുകൊണ്ട്? ലോകം മുഴുവൻ അവരെ വേട്ടയാടി കൊന്നപ്പോ അവരെ സ്വീകരിച്ചവർക്ക് കോളനികൾ പണിതു കൊടുത്തു നമ്മൾ. ഇങ്ങനെ മഹത്തായ സ്നേഹത്തിന്റെ സംസ്കാരം പറയുന്ന പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ പേരാണ് ഭാരതം. ആ ഭാരതം നമുക്ക് അമ്മയാണ്. രാഷ്ട്രദേവോ ഭവ, രാഷ്ട്രം നമുക്ക് ദൈവമാണ്. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം. ശ്രീരാമചന്ദ്രൻ പറഞ്ഞതാണ്, ജനനീ ജന്മഭൂമി സ്വർഗാദപി ഗരീയസി. ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എന്നറിയുക. അപ്പോ നമ്മൾ പഠിച്ച പാഠങ്ങൾ മക്കൾ ഒന്നുകൂടി ഓർക്കണം. എന്താണ് ഉറക്കം? മാതൃദേവോ ഭവ, അമ്മയെ കുറിച്ച് പഠിക്കുക. 2, പിതൃദേവോ ഭവ, അച്ഛൻ. ആചാര്യദേവോ ഭവ, ഗുരു. അതിഥി ദേവോ ഭവ, രാഷ്ട്രദേവോ ഭവ. ഈ 2 കാര്യങ്ങൾ കൂടി നാം ഇന്ന് മനസ്സിലാക്കി. ഈ 5 കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ, നമുക്ക് അറിവ് നൽകിയ ഗുരു, സമയം നോക്കാതെ വീട്ടിൽ വരുന്നവൻ അതിഥി, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായ രാഷ്ട്രം, ഇതെല്ലാം മനസ്സിലുണ്ടായിട്ട് ശുദ്ധമായ മനസ്സോടുകൂടി എഴുന്നേൽക്കുക. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ അമ്മയെ സ്മരിക്കൂ, അച്ഛനെ സ്മരിക്കൂ, ആചാര്യനെ സ്മരിക്കൂ, അതിഥിയെ സ്മരിക്കുക, രാഷ്ട്രത്തെ സ്മരിക്കുക. ഇങ്ങനെ സ്മരിക്കാൻ എത്ര സമയം വേണമെന്നറിയുമോ മക്കളെ? 10 സെക്കൻഡ്. വെറും 10 സെക്കൻഡ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, രാഷ്ട്രദേവോ ഭവ. ഇത്രമാത്രം പറയാൻ 10 സെക്കൻഡിൽ കൂടുതൽ എടുക്കില്ല. പക്ഷേ ഈ 10 സെക്കൻഡ് കൊണ്ട് 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓർമ്മിക്കുന്നത്. ഇങ്ങനെ ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും, സുന്ദരമാകും. അന്നത്തെ ദിവസം നമുക്ക് എല്ലാ പാഠങ്ങളും നന്നായി മനസ്സിലാകും. അതുകൊണ്ട് എല്ലാ ദിവസം ഈ പറയുന്ന 5 കാര്യങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ജീവിതം തുടങ്ങുവാനാണ് നമ്മുടെ ഗുരുപരമ്പര നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്താണ് കണി കാണേണ്ടത്, ഇതാണ് നമുക്ക് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ പറയേണ്ടത്. ചില ആളുകൾ പറയും കുറുക്കനെ കണി കണ്ടാൽ നല്ലതാണ് എന്ന്. രാവിലെ കുറുക്കൻ എവിടെ കിട്ടാനാണ്? ഇന്നേ ആളെ കണി കണ്ടാൽ മോശമാണ്, പാവം, നമ്മൾ അങ്ങനെ പറയും. ഇന്നേ ആളെ കണി കണ്ടാൽ നല്ലതാണ് എന്നൊക്കെ പറയും. എന്നാൽ നമ്മൾ എന്തിനെയാണ് കണി കാണേണ്ടത്? എന്ത് കണ്ടാലാണ് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നത്? സകല ദേവീ ദേവന്മാരും നമ്മളോട് പ്രസാദിക്കുന്നത് എന്തിനെ കണി കാണുമ്പോഴാണ് എന്നത് അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കുവാം. എല്ലാ മക്കൾക്കും നല്ല നന്മകൾ നേരുന്നു, ആശംസകൾ നേരുന്നു. നന്നായി പഠിക്കണം, പഠന വിഷയത്തിൽ ശ്രദ്ധിക്കണം. നവരാത്രി വ്രതമാണ് ഇന്നു മുതൽ. മക്കളെല്ലാവരും നവരാത്രി വ്രതം എടുക്കുന്നവരാണ് എന്ന് സങ്കല്പിക്കുകയാണ്. ശ്രേഷ്ഠമായിട്ട് നവരാത്രി വ്രതം എടുക്കണം. ഇതിന്റെ കൂടെ അയക്കുന്ന ക്ലാസ്സിൽ നവരാത്രി വ്രതത്തെ കുറിച്ചുള്ള ക്ലാസ് കൂടി ഉണ്ട്, 7 മിനിറ്റുള്ളത്. അതുകൂടി മക്കൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ശ്രേഷ്ഠമായിട്ട് നമ്മുടെ ആചരണങ്ങളെ അനുഷ്ഠിക്കണം എന്ന് സാദരം ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.